ഇപ്പോൾ വരുന്ന വാർത്ത അത് ഒരു ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. തിരുവനന്തപുരം ശാന്തിവിള താലൂക്ക് ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് പരാതി വരുന്നു. ശ്വാസം മുട്ടലിന് ഇഞ്ചക്ഷൻ എടുത്തതിന് പിന്നാലെ 9ാം ക്ലാസ്സുകാരുടെ കൈവിരലുകൾ നിവരുന്നില്ലെന്നും ഇടതുകാലിന് ചലനശേഷി നഷ്ടപ്പെട്ടു എന്നും ആരോപണമുണ്ട്. പെരിങ്ങമല സ്വദേശിക്കാണ് ദുരനുഭവം ഉണ്ടായത്. ഈ കുട്ടിയുടെ അമ്മയുടെ പ്രതികരണം നമുക്ക് ലഭ്യമാണ്. അതിലേക്ക് ഇഞ്ചക്ഷൻ എടുത്തപ്പോഴേ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്ത ശേഷം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേഹം വിറച്ച്, ചുണ്ടൊക്കെ വിറച്ചു വിടാം, ദേഹം മൊത്തം വിറച്ച് നടക്കാൻ പറ്റില്ല അവസ്ഥ. അപ്പോൾ ഡോക്ടർ ഞങ്ങൾ പറഞ്ഞായിരുന്നു പിന്നെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവർ അത് പറഞ്ഞ് ഇഞ്ചക്ഷൻ്റെ ഭാഗമായിട്ടേക്ക് കുഴപ്പമില്ല. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ചോദിച്ചു എന്തെങ്കിലും വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ചോദിച്ചിട്ടും സാരമില്ല. പിറ്റേ ദിവസം രാവിലെ സ്കൂൾ എക്സാം എഴുതാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടെ വെച്ച് വീണ്ടും കുഴഞ്ഞു വീഴുന്നു. ഇപ്പോഴത്തെ അവസ്ഥ കൈവിരലും മൊത്തം മടങ്ങി, രണ്ട് കൈ മടങ്ങി, കാലും നീരായി, അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി, നടക്കാനും പരസഹായം നടക്കാൻ. ഈ ആരോപണം ആശുപത്രി അധികൃതർ നിഷേധിച്ചിട്ടുണ്ട്. ഹാൻസ് വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട്. ഹാൻസ്, ഈ അമ്മയുടെ പ്രതികരണം കേട്ടു. ഇത് ശരിക്കും നടന്ന സംഭവം എന്താണ്? സേതു, കഴിഞ്ഞ മാസം 28ാം തീയതിയാണ് ഈ പെരിങ്ങമല സ്വദേശി ലിജിതയുടെ മകൾ 9ാം ക്ലാസ്സുകാരിയാണ് കുട്ടിക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നത്. തുടർന്ന് ഈ ശാന്തിവിള താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചു. ഈ ശ്വാസം മുട്ടൽ മാറ്റുന്നതിന് വേണ്ടി ആശുപത്രി അധികൃതർ ഒരു ഇഞ്ചക്ഷൻ നൽകി. അതിന് പിന്നാലെ കുട്ടിയുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുകയും പിന്നാലെ ഈ രണ്ട് കൈകളിലെയും കൈവിരലുകളുടെ നിവരാതിരിക്കുകയും ചെയ്തു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ഇടതുകാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു എന്നും കുടുംബം ആരോപിക്കുന്നു. ഈ പ്രശ്നം കണ്ടതിന് പിന്നാലെ ഈ ശാന്തിവിള താലൂക്ക് ആശുപത്രിയിൽ തന്നെ ചെല്ലുകയും ഈ പ്രശ്നത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. പക്ഷേ ആശുപത്രി അധികൃതർ പറഞ്ഞത് അത് തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയല്ല. അതിനോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ റെഫർ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യവും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായി. പിന്നാലെ മെഡിക്കൽ കോളേജ് അധികൃതരെ കാണിച്ചപ്പോഴാണ് ചിലപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തതിലെ പിഴവാകാം ഇത്തരമൊരു സംഭവം ഉണ്ടാകാൻ കാരണം എന്നുള്ളൊരു പ്രതികരണം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നാലെയാണ് ഈ ഒമ്പതാം ക്ലാസ്സുകാരിക്ക് ഇത്തരമൊരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം അത് ചികിത്സാ പിഴവായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കുടുംബം എത്തിയത്. ഈ കുട്ടിയുടെ ഈ കൈവിരലുകൾ ചലിക്കാത്തത് മൂലം കുട്ടിയുടെ ഈ 9ാം ക്ലാസ്സിലെ 2 പരീക്ഷ നഷ്ടപ്പെട്ടു. അത് എഴുതാൻ സാധിച്ചില്ല. ഒപ്പം തന്നെ കുട്ടിക്ക് ഇപ്പോൾ വീട്ടിൽ നിന്നും പോലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കുടുംബം ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർക്കെതിരെ നിയമ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മനസ്സിലാക്കുന്നു. അവര് പറയുന്ന അവരുടെ വാദം എന്താണ്? ഇതിപ്പം ഒരു നിയമ നടപടിയിലേക്ക്, നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നുണ്ടോ? തീർച്ചയായും ചെയ്തു. കുടുംബം ഇതിനോടകം തന്നെ നിയമം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ആരോപണവുമായി ബന്ധപ്പെട്ട ആശുപത്രി അധികൃതരുടെ വാദം. സാധാരണഗതിയിൽ ശ്വാസമുട്ടലിന് നൽകുന്ന ഒരു ഇഞ്ചക്ഷനാണ് കുട്ടിക്ക് നൽകിയതെന്നും തങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള പിഴവും സംഭവിച്ചിട്ടില്ല എന്നുമാണ് ഈ താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ പറയുന്നത്. ഒപ്പം തന്നെ കുട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമാണ്. അത്രയ്ക്കും കുട്ടിയുടെ കണ്ടീഷൻ മോശമാണ്. അതിനാൽ തന്നെ മെഡിക്കൽ കോളേജിൽ കാണിക്കണം എന്നുള്ള ഒരു വാദം കൂടിയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. സേതു. ഓക്കെ, ശരി ഹാൻസെ.